വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നാളെ എൻ്റെ കോളേജിൽ ഇന്ന് എൻ്റെ കോളേജിൽ സ്പോർട്സ് ഡേ ആണ്. അപ്പം കോളേജിലെ ഗ്രൗണ്ടിൽ എന്തോ പ്രശ്നമൊക്കെ ഉള്ള കാരണം സ്പോർട്സ് ഡേ നടക്കുന്നത് എൻ്റെ വീടിനടുത്തൊരു ടെർഫിലാണ്. അപ്പം ആ ടെർഫിൽ നമുക്കിപ്പോൾ പോകണം സ്പോർട്സ് ഡേക്ക്. ചിലപ്പോൾ അവർ എന്നെ കൊണ്ട് അനൗൺസ് ചെയ്യിക്കും, ചിലപ്പോൾ ചെയ്യിക്കില്ല, അല്ലെങ്കിൽ അറിഞ്ഞൂടാ. വാട്ട് എവർ ഇറ്റ് ഈസ് പോകണം. അപ്പോൾ അതിന് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ നോക്കാം, ഒരു ക്യൂക്ക് ഹെയർ സ്റ്റൈൽ നോക്കാം. മീൻസ് കോളേജിൽ ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടിരിക്കുന്നൊരു ഹെയർ സ്റ്റൈൽ നോക്കാം. എൻ്റെ ഫോൺ കാണാൻ പറ്റത്തില്ല, ഈ ഫോണല്ല കാണുന്നത്, ആദ്യം കണ്ട റെക്കോർഡ് ചെയ്യുന്നത്. ഇന്ന് അധികം നമ്മൾ മേക്കപ്പ് ഇടാൻ പാടില്ല. ഒരു 5 minutes മേക്കപ്പ് റുട്ടീനെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. 5 minutes മേക്കപ്പ് റുട്ടീൻ വിച്ച് ഈസ് റിയലി മാറ്റ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഈ കൺസീലറും അയച്ചു കളയാം. അപ്പോഴത്തേക്ക് നമുക്ക് പോയി റെഡി ആയിട്ട് വരാം. ഓക്കെ, ഞാനിന്ന് എൻ്റെ ഔട്ട്ഫിറ്റ് സ്റ്റൈലിംഗ് ഈസ് ലൈക്ക് ഒരു വൈറ്റ് ടീഷർട്ട്, ബ്ലൂ കളർ ഫുൾ ഡെനിം ലെവിസിൻ്റെ വൈറ്റ് ടീഷർട്ട് ഇട്ടു. സംഹൗ ഇറ്റ് ലുക്സ് ലൈക്ക് പിങ്ക്. അപ്പം ഞാൻ എൻ്റെ കൺസീലർ സ്റ്റിൽ ഫേസിൽ ഇങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഇനി നമുക്ക് ഐബ്രോസ് എഴുതി കൊടുക്കാം. ഐബ്രോസ് എഴുതി കൊടുക്കുമ്പോഴാണ് ലുക്ക് മാറുക. ഇന്ന് നമ്മൾ സ്പോർട്സ് ഡേ ആയതുകൊണ്ടും സ്പോർട്സ് പോലത്തെ ഒരു ഭയങ്കര ചില്ലി ഡേ ആയതുകൊണ്ടും നല്ല ബ്രോഡായിട്ട് തിക്ക് ഐബ്രോസ് ആക്കാം. അപ്പോൾ തിക്ക് ഐബ്രോസ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ലൈറ്റ് ഐബ്രോസ് ആയിരിക്കണം, തിക്ക് ഐബ്രോസ്. നമുക്ക് കണ്ണിൻ്റെ മുകളിലൊന്ന് എഴുതി കൊടുക്കാം, നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കാം. വേറെ കാര്യങ്ങളൊന്നും ഇനി നമ്മുടെ ഹെയർ സ്റ്റൈൽ നമുക്ക് ചെയ്യാം. ഹെയർ സ്റ്റൈലിൻ്റെ പാർട്ടിൽ വി വിൽ ബി ഹാവിങ് ആൻ വോയിസ് ഓവർ. ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് വേണ്ടത് ഓഫ് കോഴ്സ് മുടി അഴിച്ചിടുക. ഫസ്റ്റ് ഓക്കെ അമ്മ, നമുക്കിനി ഇങ്ങനെ തന്നെ അഴിച്ചിടാം വേണമെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ വി ക്യാൻ പുട്ട് എ പോണിട്ടൈൽ. വളരെ കാണാൻ പറ്റുന്ന വിഷയം കേട്ടോ. എന്നിട്ട് നമുക്ക് എങ്ങനത്തെ ഒരു ബണ്ണിടാം. ബണ്ണല്ല, സ്ക്രഞ്ചി ഇടാം. ഇവിടെ അങ്ങനെ ഇരുന്നോളൂ. ഇവിടെ ചെയ്യണം കേട്ടോ. ബാക്കി മുടി കോമ്പ് ചെയ്തിട്ട് എനിക്ക് കെട്ടിക്കഴിഞ്ഞാൽ കോമ്പ് ചെയ്യുന്ന ഇഷ്ടമല്ല.
പിന്നെ ഇനി കുക്ക് ചെയ്യുക ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് സംഭവം വലുത്. ഇതിനെന്തോ 30 രൂപയുടെ വിലയുള്ളൂ. 30 താഴെയാണ്. ഇങ്ങനത്തെ പ്ലെയിൻ ബുക്കുകളെ ചേഞ്ച് ചെയ്ത് കളയും. നമ്മൾ ഇന്ത്യയിൽ അങ്ങനെ പ്ലെയിൻ ബുക്കുകളെ വലിയ കമ്പനി കൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യാറില്ല. വെസ്റ്റേണിൽ വെച്ച് എൻ്റെ ഒരു പടിമുകളിലേക്ക് കൊടുക്കും. അക്സസറൈസേഷൻ ഇനിയും നമുക്ക് എൻ്റെ വാച്ച് റെനെ മാഡ്നസ്. മോയ്സ്ചറൈസേഷനും കിട്ടും, കളറും കിട്ടും. സിമ്പിൾ ആയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കലയായിരുന്നു ചെയ്തത്. ഇറ്റ്സ് വെരി സിമ്പിൾ. എനി നെക്സ്റ്റ് പേഴ്സൺ ക്യാൻ ഡു ഇറ്റ്. ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. കോളേജിൽ പോകുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഭയങ്കര എലഗൻ്റ് ആയിട്ടിരിക്കും. ലൈക്ക് നമ്മൾ ഇടുന്ന എഫേർട്ട് ഇൻറ്റു அந்த റിസൾട്ട് റേഷ്യോയിൽ റിസൾട്ട് ആയിരിക്കും എപ്പോഴും മോളിൽ നിൽക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇനി എങ്ങാനും എന്തെങ്കിലും കുറവ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഞാൻ പരിഹരിക്കേണ്ട കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ചെറുതായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പായിട്ട് ചേഞ്ചസ് വരുത്തുന്നതായിരിക്കും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്, ലൈക്ക്, ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാരികൾക്കൊക്കെ. ലൈക്ക് ഹൗ കുഡ് ബി സിമ്പിൾ ആൻഡ് എലിഗന്റ്. ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോഴത്തെ എന്നെ നിങ്ങൾ കണ്ടതല്ലേ, ഇപ്പോഴത്തെ എന്നെ നിങ്ങൾ കാണുന്നില്ലേ? അതാണ് ഡിഫറൻസ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്തുമില്ല. പക്ഷെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.